പറവൂർ ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതു ജയനായി പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ വിധി ഇന്ന് വരും. 5 ദിവസത്തേക്കാണ് പറവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിരിക്കുന്നത്. പ്രതി ഋതു ജയന്റെ വീട് ഇന്നലെ ആക്രമിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ആളുകളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു. എസ് ശ്യാംകുമാർ മറ്റു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്യാം, പറയൂ. പറവൂർ ചേന്നമംഗലത്ത് കൂട്ടക്കൊല നടന്ന കേസിലെ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷയിൽ ഇന്ന് പറവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാകും തീരുമാനം അറിയിക്കുക. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ എത്ര ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകും എന്നുള്ളത് ഇന്ന് കോടതിയിൽ നിന്ന് രാവിലെ 11 മണിയോടുകൂടി അറിയാൻ സാധിക്കും. ഇന്നലെ രാത്രിയാണ് നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്ന പ്രതി ഋതുവിൻ്റെ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ഈ കേസിൽ ഭരണമുക്ക് സ്വദേശികളായ ഗോവിന്ദ്, ജിബിൻ എന്നിവരെ വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗവും ചില്ലുകളുമൊക്കെ അടിച്ച് തകർത്തിരുന്നു. ഈ മുറ്റത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അടിച്ച് തകർത്തിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നവർ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഋതു അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ ഇയാളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ വീട്ടിൽ നിന്ന് താമസം മാറിയിരുന്നു. ഏതായാലും ഈ വീട്ടിൽ അക്രമം നടക്കുന്ന സമയത്ത് ആരുമില്ലായിരുന്നു. ഏതായാലും ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ ഒരു സാന്നിധ്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ പോലീസിൻ്റെ സാന്നിധ്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ പ്രതിയെ കസ്റ്റഡി അപേക്ഷ കോടതി അനുവദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി അടുത്ത ദിവസം തെളിവെടുപ്പ് നടത്താനാണ് നീക്കം. ഏതായാലും പ്രതിയുടെ വീടിന് നേരെ ഒരു അക്രമം ഉണ്ടായ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷയിൽ മാത്രമേ പ്രതിയെ ഇവിടെ എത്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം അത്രത്തോളം ജനരോഷം പ്രതിക്കെതിരായിട്ട് ഉള്ള പ്രദേശം കൂടിയാണിത്. ഏതായാലും അടുത്ത ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അടക്കം പൂർത്തിയാക്കാനാണ് പോലീസിന്റെ ശ്രമം. നിലവിൽ കസ്റ്റഡിയിലുള്ള 2 പ്രതികൾ, ഇയാളുടെ വീട് ആക്രമിച്ച കേസിൽ കസ്റ്റഡിയിലുള്ള 2 പ്രതികളെയും അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനകം ജാമ്യം നൽകുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.